MES ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി നിലമ്പൂർ PV ആർക്കേഡിൽ ന്യൂനപക്ഷങ്ങളും ഭരണഘടനയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചടങ്ങിൽ CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ വിഷയാവതരണം നടത്തി. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള ആലോചനയുണ്ട്. കൽക്കത്തയിൽ നടന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്താനാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് കോൺഗ്രസ് ഉണ്ടാക്കി. ആരെ വെച്ചാൽ കോൺഗ്രസ് ഉണ്ടാക്കുക എന്നാണ് ഇവർ ആലോചിച്ചത്. കാരണം മലപ്പുറം ഈ ചലപ്പുറത്തെയൊക്കെ ഈ സവർണരായ ഈ വക്കീലന്മാരെ മേനോന്മാരെ വെച്ചിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയാൽ ഈ പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഉടനെ ചെയ്ത് എന്താണ്, കൽക്കത്തയിലെ ആനന്ദവസാർ പത്രിക മാതൃകയിൽ കോഴിക്കോട്ടൊരു കേരള പത്രിക ആരംഭിച്ചു. ആ കേരള പത്രിക കോഴിക്കോട് തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത്, കേരള പത്രിക കോഴിക്കോട് പ്രസിദ്ധീകരണം ആരംഭിച്ചതിന് ശേഷമാണ് കോഴിക്കോട്ടുകാർക്ക് സ്വതന്ത്രമായ സ്വന്തമായ അഭിപ്രായം. അതുവരെ കോഴിക്കോട്ടുകാരുടെ അഭിപ്രായമൊക്കെ ബ്രിട്ടീഷ് പ്രമാണിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അഭിപ്രായമായിരുന്നു, സവർണ ജാതിക്കാരുടെ അഭിപ്രായമായിരുന്നു. പാവപ്പെട്ടവരുടെ ശബ്ദമായി ജിഹ്വയായി എന്റെ പത്രം കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചതോടുകൂടിയാണ് കോഴിക്കോട്ടുകാർക്ക് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ വാട്ടർമാൻ 1921 പബ്ലിക് ഒപ്പീനിയൻ. പിന്നീട് ജോൺസിക്ക് വികസിപ്പിച്ച പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന പുസ്തകം അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1885 തന്നെ കോഴിക്കോട്ട് ഒരു പത്രം ആരംഭിച്ച് പ്രമാണിമാരുടെയും കൊളോണിയൽ അധികാരികളുടെയും അതീശത്വ അഭിപ്രായങ്ങൾക്ക് എതിരെ ബഹുജനങ്ങളുടെ ശബ്ദം, ബഹുജനങ്ങളുടെ അഭിപ്രായം രൂപപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം മലബാർ കലാപം നടന്നപ്പോൾ ആ മലബാർ കലാപത്തിന്റെ ജന്മിത്ത വിരുദ്ധ സ്വഭാവത്തെയും ആ മലബാർ കലാപത്തിന്റെ കൊളോണിയൽ വിരുദ്ധ സ്വഭാവത്തെയും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനത്തിനാണ് അലി മുസ്ലിയാരും വാര്യകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയും ഒക്കെ സ്ഥാപിച്ച രാജ്യത്തിന്റെ പേര് മലയാള രാജ്യം. അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ KPCC സെക്രട്ടറി KP നൌഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങള്, ദളിതര്, ഇങ്ങനെ സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടതും നാളെ പാർശ്വവൽക്കരിക്കപ്പെടാൻ ഇടയുള്ളതുമായ ആളുകൾക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നടത്തുന്ന ഒരു പോരാട്ടം അത് വ്യത്യസ്തങ്ങളായ ആർട്ടിക്കിളുകളിലൂടെ നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 14 തൊട്ട് അങ്ങോട്ടുണ്ട്, ആർട്ടിക്കിൾ 24 തൊട്ട് അങ്ങോട്ടുണ്ട്. അത് ഇവിടെ നേരത്തെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഇത്തരം ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കാൻ ചുമതലപ്പെട്ട ആളുകളും അക്കാലത്തെ അതിപ്രഗത്ഭരായ അതത് വിഭാഗങ്ങളിലെ ആളുകളായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ HC മുഖർജി എന്ന ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. മാത്രമല്ല 30ഓളം ദളിത് അംഗങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ഇവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 48ഓളം മുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരുന്നു. 17 വനിതാ അംഗങ്ങളിൽ 3 മുസ്ലിം വനിതകൾ ഉണ്ടായിരുന്നു. ബീഗം ഐസിസ് റസൂൽ ഉണ്ടായിരുന്നു, ബീഗം ജഹനര ഉണ്ടായിരുന്നു, ബീഗം ഷാഹിസ്ത, സുഹ്റവർദി, ഇക്രാമുള്ള ഉണ്ടായിരുന്നു. അങ്ങനെ 17ൽ 3 പേര് മുസ്ലിം വനിതകളായിരുന്നു എന്നത് ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല ബീഗം ഐസിസ് റസൂലാണ്. MES ജില്ലാ സെക്രട്ടറി ഉമ്മർ കുരിക്കൽ, ജില്ലാ ട്രഷറർ ഉണ്ണിൻകുട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ A ഷുക്കൂർ, നൌഷാദ് എടവണ്ണ, ജില്ലാ സെക്രട്ടറി EP ഉബൈദുള്ള, താലൂക്ക് പ്രസിഡന്റ് KK ഷാജി, സെക്രട്ടറി ഗഫൂർ തോണിക്കടവൻ, KT അബ്ദുള്ളക്കുട്ടി, ഷബീർ മുക്കട്ട, നാലകത്ത് വീരൻകുട്ടി, ബാബു കല്ലായി, KK മുഹമ്മദ് അലി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.